വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ തിരുവചനങ്ങൾ. ശബ്ദമുയർത്തി പറഞ്ഞു എന്ന പ്രയോഗം പ്രതീകാത്മകം തന്നെയാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഈശോ പറയുന്നത്. ആരെയും ഈശോ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഈശോയുടെ സാർവത്രികമായ പദ്ധതിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ 2 ഘടകങ്ങളാണ് ജലവും പ്രകാശവും. ഇവ രണ്ടും താനാണെന്നും ഇവയുടെ ഉറവിടം തന്നിലാണെന്നും ഈശോ ഇന്നത്തെ 2 വചനഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ദാഹങ്ങളുള്ള വ്യക്തികളാണ് നമ്മൾ. ഏതുതരം ദാഹമാണെങ്കിലും ഈശോയുടെ അടുത്തു ചെന്നാൽ അതിനുള്ള പ്രതിവിധി നമുക്ക് ലഭിക്കുന്നതാണ്. ആത്മീയമായും ഭൗതികമായുള്ള വ്യത്യസ്ത ദാഹശമനങ്ങൾക്കായി മറ്റ് വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും പോകരുത്. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:13 നമ്മൾ കാണുന്നു. അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മനുഷ്യരിലെ എല്ലാ അന്ധകാരവും അകറ്റുന്ന പ്രകാശവും ഈശോയാണ്. വെളിച്ചമായി കാണപ്പെടുന്ന മറ്റൊന്നും യഥാർത്ഥ വെളിച്ചമില്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.